ഓറഞ്ചിന്റെയും ചീസിന്റെയും പേരിൽ വീട്ടിൽ ഭയങ്കര അടി. ഇതൊക്കെ അടി ഉണ്ടാക്കേണ്ട സാധനമാണോ? ഓറഞ്ച് എടുത്ത ആളും ചീസ് എടുത്ത ആളും എല്ലാം ഒരുപോലെ തന്നെ അല്ലേ? പക്ഷെ ഷാനവാസ് ഇവിടെ പറയുന്നത് റെന ചീസ് എടുത്ത് ഫ്രിഡ്ജിനകത്ത് ഒളിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. അനീഷ് പറയുന്നു, എന്റെ ഷാനവാസേ, നീ എന്തിനാണ് സ്വന്തം കണ്ണിലെ കരടെടുത്ത് ആദ്യം കള. നീ ഓറഞ്ച് കഴിച്ചു, റെനയും കഴിച്ചു, രണ്ട് ഒരുപോലെ തന്നെ. ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പാനിക്ക് ഭയങ്കര ടെൻഷൻ. എന്തെന്നറിയാമോ? അതായത് ബിൻസിയുടെ കാര്യം പറഞ്ഞിട്ടാണ്. ഈ ബിൻസിയുടെ കാര്യം പറഞ്ഞ് അപ്പാനീനെ ഭയങ്കരമായ രീതിയിൽ എന്താണ് വെല്ലുവിളിക്കുന്നു. ആര്? ഷാനവാസ്. ഇവിടെ പല രീതിയിലും ഗെയിം കളിക്കാൻ നോക്കുന്നു. എനിക്ക് എൻ്റെ രേഷ്മേനെയും എൻ്റെ പിള്ളേരെയും ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം, എൻ്റെ കുടുംബം കലക്കുമെന്ന് അറിയത്തില്ല എന്ന് ശരത്ത് പേടിച്ചുകൊണ്ട് രേണുവിൻ്റെ അടുത്ത് പറയുകയാണ്. ഇന്ന് പണിപ്പുര ടാസ്കിൽ എന്താണ് നടക്കാൻ പോകുന്നത്? ഈ പണിപ്പുര ടാസ്ക് മാത്രമേ ഉള്ളൂ, മറ്റേ നമ്മുടെ വീക്കിലി ടാസ്ക് ഒന്നും ഇല്ലേ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഗെയിമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അനീഷിൻ്റെ ഗെയിം കുറച്ച് പുറകോട്ട് പോയി. അനീഷ് ഇപ്പോൾ കുറച്ചൊന്ന് ബാക്ക് ഫുട്ടിൽ നിന്ന് കളിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കാര്യങ്ങൾ പറയാൻ വേണ്ടി വരുന്നുണ്ട്. നേരത്തെ പോലെ ഒരു തവണ 10,000 തവണ പറയുന്നില്ല. കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അനീഷ് ഇപ്പോൾ ഗെയിം കളിക്കുന്നത്. പക്ഷെ വീട്ടിലുള്ളവർക്കൊന്ന് പോടാ അവിടെ എന്നുള്ള രീതിയിലാണ് അനീഷിനെ കാണുന്നത്. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ കയറി വരുന്നുണ്ട്. ഷാനവാസ് ഇവിടെ ഗെയിം മാറ്റി. അനീഷ് മാറിയപ്പോഴത്തേക്കും ഷാനവാസ് നേരെ അക്ബറിലേക്ക് ഗെയിം ട്വിസ്റ്റ് ചെയ്തു, അത് ചേഞ്ച് ചെയ്തു. അതായത് അക്ബറാണ് ആ ഒപ്പോണൻ്റ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ എന്ത് വന്നാലും അക്ബർ. പിന്നെ അക്ബർ എന്ന് പറയുന്നത്, അക്ബറിന്റെ ഗെയിമിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അക്ബർ സംസാരിക്കുന്നത് ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്. ആ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അക്ബർ വന്ന് സംസാരിക്കും. അപ്പോൾ അവിടെയാണ് അക്ബർ പ്രേക്ഷകർ കാണുമ്പോഴത്തേക്കും ഷാനവാസ് ആണെങ്കിലും അനീഷ് ആണെങ്കിലും അനു ആണെങ്കിലും എല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കുന്നു, അക്ബർ ഗ്രൂപ്പിന് നിൽക്കുന്നു. ഇതേ പ്രശ്നം തന്നെ ആര്യനും വരുന്നുണ്ട്. ആര്യൻ ആ ഗ്രൂപ്പിൻ്റെ അടുത്ത ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആ ഗ്രൂപ്പിന് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള ടോപ്പിക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് കിച്ചൺ ടീമിനകത്ത് ഇന്ന് രാവിലെ ഇന്നലെ 5:30 എണീറ്റ് അനു, ഇന്ന് എണീറ്റ് 9 മണി. ഇതൊക്കെ കഴിഞ്ഞ് പതുക്കെയാണ് കിച്ചണിനകത്ത് കയറി വന്നത് കേട്ടോ. ഇന്നലെ ആരംഭ ശൂരത്വമൊക്കെ ആയിരുന്നെന്നാണ് തോന്നുന്നത്. എന്നാലും ഇപ്പോൾ പണിയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എണീക്കാൻ 6 മണിക്ക് എണീറ്റില്ല. അങ്ങനെ എണീക്കാത്തതുകൊണ്ട് തന്നെ കോഫിയും ചായയൊക്കെ ഓരോരുത്തരും ഇട്ട് കുടിച്ചു. രാവിലെ തന്നെ അപ്പാനിയാണ് കോഫിയും ചായയൊക്കെ ഇട്ടത്. അപ്പോൾ ഈ കോഫി എടുത്തിട്ട് ആരോ മുകളിൽ കൊണ്ടുവച്ചു, അനുവിന് എടുക്കാൻ പറ്റാത്ത ഉയരത്തിൽ. അപ്പോൾ ഇതൊന്നും എടുത്തതാ, ഇതെന്തോന്നത് കാണിച്ചേക്കുന്നത്? അപ്പോൾ അനുവിൻ്റെ സംസാരം നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു റഫ് സംസാരമാണ്. അതായത് റോ രീതിയിലുള്ള വർത്താനമാണ് അനു സംസാരിക്കും. നമ്മൾ വീട്ടിലൊക്കെ സംസാരിക്കും പോലെ. എന്തോന്നത്, എന്നെ കൊണ്ട് മുകളിൽ കൊണ്ട് വെച്ചേക്കുന്നത്? ആരെടുത്ത് വെച്ചത് കോഫിയൊക്കെ? അപ്പം നിവീൻ അത് എടുക്കാൻ പോകുന്നു. നീയാണ് എടുത്തു വെച്ചത്? ഓ പിന്നെ ഞാനല്ലേ എടുത്തു വെച്ചത്, ഞാൻ എടുത്തു തരാൻ വന്നേ, ഒന്ന് പോടി അവിടെ നിന്ന്, അവളുടെ ഒരു ഷോ. പിന്നെ ഒരു സ്റ്റൂൾ വെച്ച് എടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് നിവീൻ പോകുന്നു. നിവീൻ നേരെ പോകുന്നത് ഈ ഗ്രൂപ്പിൻ്റെ അടുത്തേക്കാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ ഈ ഗ്രൂപ്പായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ അത് ഗ്രൂപ്പ് ഫീലിംഗ് വരും. അതായത് ഈ അക്ബർ, സരിക, റെന, ആര്യൻ, ജിസേൽ, മനസ്സിലായില്ലേ? ഇവരിങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ഫീലിംഗ് വരും. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഇത് കിച്ചണിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ബിന്നി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഇവരെ ഒന്നിച്ചാണ് കളിക്കുന്നത്, ഗ്രൂപ്പായിട്ട്. ഇവർ ചിന്നിച്ചെതറി ഇരിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ കൊല്ലം ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഇല്ലായിരുന്നു. ഈ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ സംസാരിക്കരുത്. ഇവരത് പെട്ടുപോയതാണെന്നാണ് തോന്നുന്നത്. എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുമ്പം പ്രേക്ഷകരിലേക്ക് ഒരു ഇമ്പ്രഷൻ പോണത് ഇവർ ഗ്രൂപ്പ് കളിക്കുകയാണ് എന്നുള്ള രീതി. ബാക്കി ഇതിന് എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കൊക്കെ സപ്പോർട്ടും കിട്ടും. ഒറ്റയ്ക്ക് കളിക്കുകയാണെന്ന് പറഞ്ഞ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളുടെ ഒരു അനുമോളെ നീ കൂടുതൽ കളിക്കൊന്നും വേണ്ട കേട്ടോ, മര്യാദയ്ക്ക് സംസാരിക്കണം. അപ്പോൾ ആര്യൻ അവിടെ നിന്ന് ഗ്രൂപ്പിൽ നിന്ന് എണീറ്റ് പോയിട്ട്, അനു നീ ഇതായിട്ട് സംസാരിക്കരുത്, കോഫിയൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, നീ എന്താ എണീറ്റ് വരാത്തത്? അപ്പം ജിസേൽ, അവൾ നേരത്തെ എണീറ്റ് വന്നിട്ടില്ല, പിന്നെ വലിയ വർത്താനം ഒന്നും പറയണ്ട എന്ന് ജിസേൽ പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അപ്പം അപ്പാനി വന്നിട്ട് ഈ കോഫി ഇവിടെ വെക്കും, ആരും എടുത്തു പോരും, നമ്മൾ ഇട്ട് തരും കോഫി എന്ന് പറയുന്നുണ്ട്. അപ്പം അക്ബർ പറയുന്നുണ്ട്, ഈ കോഫിയുടെ കാര്യത്തിലല്ല പ്രശ്നം, അവളുടെ സംസാര രീതി വളരെ മോശം, എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ. എന്ത് അനു, എനിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ, പിന്നെ അല്ലാണ്ട് പിന്നെ ഞാൻ എല്ലാവരും സൂപ്പിച്ച് ഷോ അടിച്ച് നിൽക്കുക, സോപ്പിട്ട് നിൽക്കാൻ. പിന്നെ എനിക്ക് ഇതേ പറ്റുള്ളൂ, എനിക്ക് ഇത്ര മര്യാദയൊക്കെ ഉള്ളൂ. അപ്പം അഭി പോയിട്ടടി, നീ മര്യാദയ്ക്ക് സംസാരിക്കുക, നിന്റെ സംസാരമാണ് പ്രശ്നം, നിന്റെ സംസാര രീതിയാണ് പ്രശ്നം, നീ മര്യാദയ്ക്ക് സംസാരിക്കുക. അപ്പം അനീഷ്, അനുമോളെ പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം എന്തിനാണ് ആ കോഫി മോളിൽ കൊണ്ടുവച്ചത്? നീ പോടാ ഇറങ്ങി. അയ്യാ കക്കൂസ് ടീമേ, ആര് നിവി, അനീഷിനെ, നീ പോടാ. അനുമോളെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ചെയ്യരുത്. അനു കിച്ചണിൽ നിൽക്കുന്നത് കിച്ചണിലാണ് വെക്കേണ്ടത്. അനു പൊക്കം കുറവായതുകൊണ്ട് നിങ്ങൾ എന്തിനാ മോളിൽ കയറ്റി വെച്ചത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അനീഷിനോട്, നീ ഒന്നും മിണ്ടായിരിക്കും, നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? അവളെടുത്ത് ഷൗട്ട് ചെയ്യരുതെന്നാണ് പറഞ്ഞത് അഭി. അത് കഴിഞ്ഞ് ജിസേൽ, നിങ്ങൾ ലേറ്റായിട്ട് എണീറ്റ് വന്നിട്ട് വെറുതെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യരുത്. ഓക്കെ, ഞാനാണ് എല്ലാവർക്കും ചായ ഇട്ട് കൊടുത്തത്. അപ്പോഴത്തേക്ക് അനു, അവളുടെ ചായ ഇടൽ. അത് കഴിഞ്ഞിട്ട് നീ പോടാ. അപ്പം അനീഷ്, ആ കുട്ടി പൊക്കാൻ കുറവാണ് അനീഷ്, അപ്പം നീ പോടോ,
ഓ വന്നേക്കുന്നു വലിയ ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യൻ അപ്പം ഇവളുടെ കാലുപിടുത്തം മൊത്തം നാടകമാണ്. അതായത് അപ്പാനീനെ കാല് പിടിച്ചല്ലോ അനു, ആ കാലുപിടുത്തം മൊത്തം നാടകമാണ്, ഫുൾ ഡ്രാമ, അത്രയ്ക്കൊന്നും ആവശ്യമൊന്നുമില്ല. അപ്പോഴാണ് അപ്പാനി വന്നിട്ട് ഇവിടെ ഓറഞ്ച് 17 പേർക്ക് കൊടുത്തു, ഓരോ ഓറഞ്ച് വീതം. പിന്നെ ബാക്കി ഒരു ഓറഞ്ച് നമ്മൾ ജ്യൂസ് അടിക്കാനൊക്കെ വെച്ചിരുന്നതാണ്. ഇപ്പം 7 എണ്ണേ ബാക്കിയുള്ളൂ. ബാക്കി 7 എണ്ണം എവിടെ? 7 എണ്ണം എവിടെ? അപ്പം അനീഷ് എവിടെ പോയി, ഓറഞ്ച് എവിടെ പോയി? അപ്പം ഷാനവാസ് ഓറഞ്ച് മാത്രമല്ല, ഷാനവാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫീലിംഗ് വരും, കാര്യം അടിക്കാൻ പോണ പോലെ നടക്കുന്ന കേട്ടാ. ഓറഞ്ച് മാത്രമല്ല, ചീസ്, ബട്ടർ, അച്ചാറ്, ഇവരൊക്കെ എവിടെ പോയി? ഈ ആര്യനും റെനയുമാണ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് കിച്ചണിൽ, സോറി ഫ്രിഡ്ജിനകത്ത് ഒളിപ്പിച്ചു വെച്ചേക്കുന്നു. അപ്പൊ അനീഷ്, നീ വലിയ പുണ്യാളനൊന്നും ആവണ്ട ഷാനവാസേ, നീയും ഓറഞ്ച് കഴിച്ചില്ലേ? അപ്പത്തേക്ക് ഷാനവാസ് കഴിച്ചു. പക്ഷെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് മുറിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇവള് ബട്ടറും ചീസും എടുത്ത് ഫ്രിഡ്ജിനകത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്തത്. അപ്പൊ റന ഒരു പീസ് എടുത്തു ചേട്ടാ, ഒരു പീസാണ് എടുത്തത്. എന്നിട്ട് അത് ഞാൻ ചപ്പാത്തിയിൽ വെച്ചിട്ട്, ഗ്രേറ്റ് ചെയ്ത് ചപ്പാത്തിയിൽ വെച്ച് തക്കാളിയും വെച്ച് ഓവനിലാക്കിയിട്ട് ചൂടാക്കിയിട്ട് എല്ലാവർക്കും 7-8 പേർക്ക് കൊടുത്തു. അക്ബർ, നീയും ഒളിപ്പിച്ചല്ലേ കഴിച്ചത് ഷാനവാസേ? പിന്നെ എൻ്റെ ഒരു ഇരട്ടത്താപ്പ്, ഓറഞ്ച് എവിടെയും ചോദിച്ചപ്പോൾ അവന് ഉത്തരവില്ല. ഞാൻ ഓറഞ്ച് ഒളിച്ചല്ല കഴിച്ചത്, ഇതൊക്കെ ചെറിയ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു, സത്യം പറയാം. പിന്നെ അതിനകത്ത് ഒരു പോയിന്റ് ഉള്ളതും ആൾക്കാർ നോട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ ചീസ് എന്ന് പറയുന്നത് ആ ഒളിപ്പിച്ച് വെച്ചത്, അകത്തോട്ട് വെച്ചത്, അത് ആർക്കും കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആര്യൻ റെനയെ സപ്പോർട്ട് ചെയ്യുന്നു, റെനേനെ അക്ബർ സപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരാളുടെ കാര്യം പറയാൻ ഒരു 100 പേര്, ഒരു ഗ്രൂപ്പ്, അപ്പോൾ അതൊരു ഗ്രൂപ്പായിട്ട് മാറും. മനസ്സിലായ? ഒരാൾക്ക് വേണ്ടി ഒരാൾ 1 on 1 ആണെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ രസം ഉണ്ടായേനെ. അപ്പോൾ ഇത് റെനയ്ക്ക് വേണ്ടി അക്ബർ വരുന്നു, അക്ബറിന് വേണ്ടി ആര്യം വരുന്നു. അപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് കളിയായിട്ട് മാറും, പ്രേക്ഷകർ അതൊരു ഗ്രൂപ്പ് ഗെയിമായിട്ട് കാണും. അവിടെയാണ് ഒരു നെഗറ്റീവായിട്ട് വരുന്നത്. സംഭവം ഇതൊന്നുമില്ല, ഒരു ചീള് കേസെന്ന് വേണമെങ്കിൽ പറയാം, ഒരു ചെറിയ കേസാണ്. ഷാനവാസും കഴിച്ചിട്ടുണ്ട്, ആര്യനും റെനയും കഴിച്ചിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, ഷാനവാസും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അനീഷ് പറഞ്ഞിട്ട് നീയും കഴിച്ചു അവരും കഴിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പോയിന്റ് ഓൺ ചെയ്യുന്നത് ഗ്രൂപ്പിലേക്കാണ്. മനസ്സിലായില്ലേ? ഗ്രൂപ്പിലേക്ക് പോയിന്റ് ഓൺ ചെയ്യും. അപ്പോൾ ഷാനവാസ് ഒളിപ്പിച്ച് വെക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ആര്യൻ ഓറഞ്ച് പോട്ടെ, ഓറഞ്ച് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ റെന ഓറഞ്ച് കട്ട് ചെയ്യുന്നത് കണ്ടു, ചേട്ടൻ ഓറഞ്ച് കട്ട് ചെയ്യുന്നത് കണ്ടതല്ലേ ഉള്ളൂ, ഞാൻ കട്ട് ചെയ്തു, ഞാൻ എല്ലാവർക്കും കൊടുത്തു. അനീഷ് മറ്റുള്ളവരുടെ ഫുഡ് മോട്ടിച്ചിട്ട് ആ മുതൽ എല്ലാവർക്കും കൊടുക്കുന്നതും മോശം തന്നെയാണ് ഷാനവാസേ. അപ്പോൾ അക്ബർ, അയ്യ മോഷണം എന്നൊന്നും പറയണ്ട, അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാം മോഷണമായിരിക്കുമല്ലോ. ഷാനവാസ്, കിച്ചണിൽ വെച്ചാണ് ഞാൻ കഴിച്ചത്, അല്ലാതെ ഇവിടെ ബട്ടർ ചീസ് ട്രേ ഉണ്ട്, ആ ട്രേക്കകത്ത് ആക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. അത് ശരിയാണ്, അതൊരു പോയിന്റാണ് ഷാനവാസ് പറഞ്ഞത്. അതായത് ആര്യം പറയുന്നു അതിപ്പം എല്ലാവരും എടുത്ത് പെട്ടെന്ന് തീർക്കുന്നുകൊണ്ടാണ് അകത്തേക്ക് വെച്ചതെന്നൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആര്യൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച എനിക്ക് സംഭവിച്ചത്, പുള്ളിക്കാരൻ ഒരു ക്യാപ്റ്റനാണ്. പുള്ളിക്കാരൻ ഇതൊരു ക്യാപ്റ്റനായിട്ടാണ് ഡീൽ ചെയ്യേണ്ടത്, അല്ലാണ്ട് ഒരു ഗ്രൂപ്പിലെ മെമ്പറായിട്ടല്ല ഡീൽ ചെയ്യേണ്ടത്. അവിടെയാണ് ആര്യൻ അവിടെ കുറച്ച് ഇതായി പോകുന്നത്, മനസ്സിലായില്ലേ? പിന്നെ വേറൊരു കാര്യം, ഷാനവാസ് ഇങ്ങനെ നടക്കുന്ന ഒരു ബി പി പേഷ്യൻ്റാണെന്ന് പറയുന്നുണ്ട്. അത് എപ്പിസോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നമാവും, കാര്യം ആൾക്കാരത് ഒരാളുടെ ഹെൽത്തിനെ വെച്ച് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇവിടെ പുള്ളിക്കാരൻ നടക്കട്ടെ, ബി പി പേഷ്യൻ്റാണ്, 2 പ്രാവശ്യം പറഞ്ഞിട്ടോ, രണ്ടാമതും പറഞ്ഞു ബി പി പേഷ്യൻ്റാണ്, കുഴഞ്ഞ് വീണ് പോകുന്നത്. സോ അതൊന്നും പറയേണ്ട ആവശ്യം, നമ്മളൊക്കെ ആരൊക്കെ എപ്പോൾ കുഴഞ്ഞ് വീഴുന്നൊക്കെ കണ്ടറിയാം. ഇപ്പോൾ അല്ലേ, ഇപ്പോൾ ഏത് പ്രായത്തിലാണ് നമ്മളൊക്കെ വീഴുന്നത്? ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെയാണ് കുഴഞ്ഞ് വീഴുന്നത്, അല്ലാതെ പ്രായമുള്ള ആൾക്കാരൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയാൻ പാടില്ലായിരുന്നു. അപ്പോൾ അക്ബർ, നീ മാന്യത കാണിക്ക്. അപ്പോൾ ഷാനവാസ്, മാന്യത കാണിക്കേണ്ടത് നീയല്ലേ മാപ്പും പറഞ്ഞു ചോദിച്ചുകൊണ്ട് കുറേ നടന്നത്, അത് നീ മാന്യത കാണിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അക്ബർ, എടാ ഞാൻ മാന്യത ഉള്ളതുകൊണ്ടാണ് മാപ്പ് ചോദിച്ച് പുറകെ നടന്നത്. അങ്ങനെ ഭയങ്കര വഴക്കാവുന്നു, അതാണ് നിങ്ങൾ പ്രൊമോയിൽ കണ്ട വഴക്ക്. ഷാനവാസ്, ബട്ടറും ചീസും എടുത്ത് ഒളിപ്പിച്ച് വെക്കേണ്ടതല്ല, ഫ്രിഡ്ജിലല്ല വെക്കേണ്ടത് കേട്ടാ. ചീസും ബട്ടറും ഫ്രിഡ്ജിലല്ലാതെ പിന്നെ എവിടെയാണ് കൊണ്ട് വെക്കേണ്ടത്? അക്ബറിന്റെയും പോയിന്റ് ആണ്. പിന്നെ ഫ്രിഡ്ജിലല്ലാണ്ട് എവിടെ വെക്കണം? അപ്പോൾ ഷാനവാസ്, ഫ്രിഡ്ജിനകത്ത് ചീസിന്റെ ട്രേ ഉണ്ട്, അതിനകത്ത് വെക്കണം, അല്ലാതെ ഒളിപ്പിച്ച് പച്ചക്കറിയുടെ കടയിലല്ല വെക്കേണ്ടത്. അപ്പോൾ റെന, ഒരു ചപ്പാത്തി എടുത്തു, ചീസ് എടുത്തു, 7 പേർക്ക് കൊടുത്തു, അതാണോ പ്രശ്നം? അപ്പോൾ അനീഷ്, ഞാൻ ചോദിക്കട്ടെ, റെന എന്താ ചെയ്തത്? ഞാനൊരു 6-7 പേർക്ക് കൊടുത്തു, ഓക്കെ. ഷാനവാസേ, അപ്പോൾ ഷാനവാസ് വന്നിട്ട് ചീസ് ബോക്സ് ഉണ്ട്, അതിനകത്താണ് വെക്കേണ്ടത്, അല്ലെ ഒളിപ്പിച്ച് പച്ചക്കറി അകത്തല്ലേ വെക്കേണ്ടത്? ആര്യൻ, എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ ചീസ് ഞാൻ ബാക്കി വെച്ചു, ഫ്രിഡ്ജിനകത്താണ് വെച്ചത്, കുറച്ച് ഉള്ളിലേക്ക് വെച്ചു, അത്രേ ഉള്ളൂ. ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ എല്ലാവർക്കും എടുക്കാനുള്ളതല്ലേ? അപ്പോൾ അനീഷ്, ഫ്രിഡ്ജിൽ ഒളിപ്പിച്ച് വെക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ ഷാനവാസ്, ഞാൻ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു, കള്ളത്തരം, ചീസ് ബോക്സ് അകത്ത് വെക്കാനാണ്, ഇവർ കള്ളത്തരമാണ് ചെയ്തത്, ആര്യനും റെനയും കള്ളത്തരമാണ് ചെയ്തത്. അപ്പോൾ അക്ബർ, ഓറഞ്ചിന്റെ കേസ് ചോദിച്ചതിന്റെ ചുരുക്കാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഷാനവാസ്
ഷാനവാസ്. ഞാൻ ഗ്രൂപ്പിന് കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ നീ കൊടുത്ത ആൾക്കാരാരാണ്, അത് ഏത് ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് എന്ന് അക്ബർ ചോദിക്കുന്നു. അത് കഴിഞ്ഞ് ആതിര ജസ്റ്റ് ഒന്ന് അളവറിയാൻ വേണ്ടി ചോദിച്ചതാണ് ചേട്ടാ 7 ഓറഞ്ച് എവിടെ പോയെന്ന്. കിച്ചൺ ടീമുകാർ ചോദിച്ചാൽ ചേട്ടൻ എന്തിന് ചേട്ടാ ഇങ്ങനെയൊക്കെ വന്ന് കിടന്ന് പറയുന്നത്, 7 ഓറഞ്ച് എവിടെ പോയെന്ന് ചോദിച്ചതേ ഉള്ളൂ. അതിന് ഷാനവാസിക്ക് എന്തിനാണ് ഈ കിടന്ന് ഇതാവുന്നത്? അപ്പോൾ അനീഷ്, സ്വന്തം കണ്ണിലെ കരട് എടുത്ത് കളയാ ആദ്യം ഷാനവാസേ, സ്വന്തം കണ്ണിലെ കരടെടുത്ത് കള ഷാനവാസേ. അപ്പം ആക്ടിങ് ആണ്, ഞാൻ ആക്ടിങ് ആണ് ചെയ്യുന്നത്, എന്ത് കുഴപ്പം, ഞാനിവിടെ ആക്ട് ചെയ്യാനാണ്, ഞാൻ പണിയെടുക്കാനാണ് വന്നത്. അപ്പോൾ അക്ബർ, ഞാൻ പാട്ട് പാടുന്ന ആളാണ്, പക്ഷെ ഞാൻ പാട്ടൊക്കെ ഇടയ്ക്ക് പാടും, പക്ഷെ അപ്പം നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ ആക്ടിങ് ആണോ ഷാനവാസേ? ഞാൻ എൻ്റെ പണിയാണ് എടുക്കുന്നത്, എന്തേ എന്തേ എന്ന് ചോദിക്കുന്നുണ്ട്. വലിയ ഹീറോ വന്നിരിക്കുന്നു, അവൻ്റെ ഒരു ഹീറോ പരിവേഷം, അവൻ്റെ ഒരു ഹീറോ, അവൻ ഹീറോ ആവല്, വലിയൊരു നന്മ ചമയൽ എന്നൊക്കെയാണ് ഷാനവാസിനെ കുറിച്ച് ബാക്കിയുള്ളവർ പറയുന്നത്. ഇവിടെ ശരത്തിന് ഭയങ്കര ടെൻഷനുണ്ട്. ശരത്ത് രേണുവിനോട് പറഞ്ഞു, ചേച്ചി എനിക്ക് എൻ്റെ രേഷ്മയോട് കുട്ടിയോട് സംസാരിക്കണം, കാര്യം ഇവിടെ ഞാൻ ബിൻസിയുടെ കാര്യം അവളുമായിട്ട് എനിക്ക് ഈ സ്നേഹം, ഒരു ഇഷ്ടം, ഒരു അടുപ്പം, ഒരു 2 ദിവസത്തെ അടുപ്പേ ഉള്ളൂ. അവൾ പോയപ്പോൾ ഞാൻ കരഞ്ഞ്, ചേച്ചി പോകുമ്പോഴും ഞാൻ കരയും, ഇങ്ങനെ ആ ഒരു അടുപ്പം ഫീൽ ചെയ്യില്ല. അതിനെ ഇവർ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എനിക്കത് താങ്ങാൻ വയ്യ. ഞാനിവിടെ വന്നത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആ കാർഡ് എടുത്ത് കളിക്കണോ? ഞാൻ ചോദിക്കുന്നതാണ്, ആ കാർഡ് എടുത്ത് കളിക്കണോ? ആ കാർഡ് കളിക്കുന്നത് ശരിയാണോ? അല്ലേ, ശരത്തിന് എഗൻസ്റ്റ് ആയിട്ട് ആ ഒരു കാർഡ് കളിക്കുന്നത് ശരിയല്ലെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം അതൊക്കെ പുറത്തെ കാര്യമാണ്, അയാളുടെ ലൈഫിൻ്റെ കാര്യമാണ്, കുടുംബത്തിൻ്റെ കാര്യമാണ്. അതൊന്നും എടുത്തിട്ടുള്ള കളി വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഷാനവാസ് കളിക്കാൻ ഉദ്ദേശിച്ചാലും ആര് കളിക്കാൻ ഉദ്ദേശിച്ചാലും അങ്ങനത്തെ ഒരു ഗെയിം വേണ്ട എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് അങ്ങനെ ഗെയിമിനോട് കാര്യം നമ്മുടെ ലൈഫ് ടാർഗറ്റ് ചെയ്തിട്ടോ നമ്മുടെ പുറത്തെ ജീവിതം ടാർഗറ്റ് ചെയ്തൊന്നും കളിക്കരുത്. കാര്യം അതൊന്നും ഏക്കത്തിരുന്നല്ല, അതൊന്നും അത് നമുക്ക് എന്തൊക്കെ നമുക്ക് ഒരാളുടെ ലൈഫ് തകർത്തിട്ട് നമ്മൾ എന്ത് നേടിയാലും അത് നേട്ടമല്ല. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മുടെ ലൈഫിനെ അത് വന്നിട്ട് കുത്തി നോവിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് കൊടുക്കാം. നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ വന്ന് കുത്തി നോവിച്ച് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ കുത്തി ഇതാക്കാൻ നോക്കാൻ നമുക്ക് തിരിച്ചു കൊടുക്കാം. പക്ഷെ ഒന്നും ചെയ്യാണ്ട് നമ്മൾ ഒരാളെ പേഴ്സണൽ ലൈഫിനെ എടുത്തിടരുതെന്നാണ് ഗെയിം എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇവിടെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഉപ്പുമാവെന്ന് പറഞ്ഞാൽ മാവല്ല, അത് കട്ടയായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. എല്ലാവരും വളരെ വിഷമത്തോടെ കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഉപ്പുമാവ് തീർന്നു, കിച്ചൺ ടീമുകാർക്ക് ഉപ്പുമാവില്ല. അപ്പോൾ അനു എടാ ചപ്പാത്തി അല്ല ദോശ ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടടി ഉണ്ടാക്കണ്ട, ഇനിയിപ്പം ജിസേലന്ന് ചപ്പാത്തി ഉണ്ടാക്കിയത് പ്രശ്നമായിരുന്നു, നമ്മളിനി ദോശ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പ്രശ്നമാവൂ. സംഭവം ഉപ്പുമാവ് തീർന്നു, അവരെല്ലാവരും ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്ന് രാവിലെ നടന്നത്. പിന്നെ പണിപ്പുര ടാസ്ക് വരും. ആ ടാസ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കുറേ ഫുഡുകൾ ഇങ്ങനെ ഇപ്രാവശ്യം ഒരു തവണ പോകാൻ പറ്റുള്ളൂ. പണിപ്പുരയ്ക്ക് ടൈമിംഗ് വെച്ചിട്ടുണ്ട്, 77 മണിക്കൂറാണ് വെച്ചേക്കുന്നത്. അതായത് 2-3 ദിവസത്തേക്ക് പണിപ്പുര അടഞ്ഞു കിടക്കും, ഒറ്റ തവണ ഓപ്പൺ ആവുള്ളൂ. പിന്നെ പണിപ്പുര ടാസ്ക് എന്ന് പറഞ്ഞാൽ കുറേ ഫുഡ് ഇങ്ങനെ എടുത്തു വെച്ചേക്കും, അത് കഴിക്കാൻ പോകണം. എന്നിട്ട് നമ്മൾ മുഖത്തൊന്നും ഒരു ഭാവങ്ങളും ഇല്ലാണ്ട് നിൽക്കണം, ബാക്കിയുള്ളവർ ഗസ് ചെയ്യണം നമ്മൾ എന്താ കഴിച്ചതെന്നുള്ളത്. ഓക്കെ, അതാണ് ടാസ്ക്. അപ്പോൾ എന്തായിരുന്നാലും ബാക്കിയുള്ളതെല്ലാം അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.